cat, dog, ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത പഠിച്ചു തുടങ്ങുന്നവരിലും കുട്ടികളിലും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാതെ ബുദ്ധിമുട്ടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കുട്ടികളെ എങ്ങനെ ഇംഗ്ലീഷ് വായിക്കാൻ പഠിപ്പിക്കാം, അതുപോലെ പഠിച്ചു തുടങ്ങുന്നവർക്ക് എങ്ങനെ ഈസി ആയിട്ട് വായിക്കാൻ പഠിക്കാം, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് കുറച്ച് പതുക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏതൊരു ഭാഷയും നമുക്ക് എഴുതാനും വായിക്കാനും അറിയണമെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ഭാഷയിലെ അക്ഷരങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മലയാളത്തിലെ പോലെ ഒരുപാടൊന്നുമില്ല, 26 അക്ഷരങ്ങളാണുള്ളത്. ആദ്യം നമുക്ക് അത് ഏതൊക്കെയാണെന്നും അതെങ്ങനെ വായിക്കാമെന്നും അതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നുള്ളതും നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് മലയാളത്തിൽ ആ ആ ഈ എന്ന് തുടങ്ങുന്ന സ്വരാക്ഷരങ്ങളും ഖ ഖ എന്ന് തുടങ്ങുന്ന വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ട് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. എ, ഇ, ഐ, ഒ, യു ഇത്രയാണ് ഇംഗ്ലീഷിലെ സ്വരാക്ഷരങ്ങൾ. ബാക്കിയുള്ളത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. ഇനി നമുക്ക് ഓരോ അക്ഷരങ്ങളും നോക്കാം. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്മോൾ ലെറ്ററും കൂടെ പറയുന്നുണ്ട്. അതും കൂടെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് അധികവും സ്മോൾ ലെറ്റേഴ്സാണ് വായിക്കാനുണ്ടാവുക. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ അക്ഷരം എ. ക്യാപിറ്റൽ ലെറ്റർ എയുടെ കൂടെ സ്മോൾ ലെറ്റർ എയും എഴുതിയിട്ടുണ്ട്. രണ്ടും ശ്രദ്ധിക്കുക. നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ അക്ഷരത്തിൻ്റെ സൗണ്ട് വരുന്നത് ആ ആ. അടുത്ത ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബിയുടെ കൂടെ സ്മോൾ ലെറ്റർ ബിയും എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ബ ബ. അടുത്തത് സി. ഇതിൻ്റെ സൗണ്ട് സ് എന്നല്ല, ക ക. ഡി ഡ ഡ. അടുത്തത് ഇ. ഇയുടെ സൗണ്ട് എ എ. എഫിൻ്റെ സൗണ്ട് ഫ് ഫ്. ജി ജ എന്നല്ല, ഗ ഗ. എച്ച് ഹ ഹ. ഐ ഇ ഇ. ജെ ജ ജ. കെ ഇത് സി പോലെ തന്നെയാണ്, ക ക. എൽ ൽ ൽ. എം ഉം ഉം. എൻ ഉം. ഒ ഓ ഓ. പി പ പ. ക്യു ഖ ഖ. ആർ ർ ർ. എസ് സ് സ്. ടി ട് ട്. യു അ അ. വി വ വ. ഡബ്ല്യു വ വ. എക്സ് ക്സ് ക്സ്. വൈ ഇ ഇ. സെഡ് അല്ലെങ്കിൽ സി. ഇതിൻ്റെ സൗണ്ട് വരുന്നത് സ് സ്. ഇപ്പം നമുക്ക് ഓരോ അക്ഷരങ്ങളുടെയും സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. അടുത്തായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം, നമ്മൾ ആദ്യം സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സ്വരാക്ഷരങ്ങൾ നമ്മൾ പറയുന്നത് വൊവൽസ് എന്നാണ്. വൊവൽസ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. ഇതിൽ നമ്മൾ എ മാത്രം ആദ്യം പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ, അതായത് എ, ഇ, ഐ, ഒ, യു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള അക്ഷരങ്ങൾ, ഇതിന് നമ്മൾ കോൺസണൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എ മാത്രം പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള കോൺസണൻസ്, അതായത് എ, ഇ, ഐ, ഒ, യു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള അക്ഷരങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ വെച്ചിട്ട് വായിക്കാൻ പോവുകയാണ്. പറയാൻ എളുപ്പത്തിനായിട്ട് നമ്മളിതിനെ 5 ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. എയുടെ സൗണ്ട് എങ്ങനെയായിരുന്നു? അ അ ബ. ആപ്പ്. അ ക ആക്ക്. അ ഡ് ആഡ്. അ ഫ് ആഫ്. അടുത്ത ഗ്രൂപ്പ് നോക്കാം. അ ഗ ആഗ്. അ ഹ് ആഹ്. അ ജ് ആജ്. അടുത്ത ഗ്രൂപ്പ് നോക്കുക. അ ൽ ആൽ. അ ആം. അ ആൻ. അ പ് ആപ്പ്. അടുത്തത് ആ ഖ്വ ആഖ്. അ ആർ ആർ. ആ സ് ആസ്. ആറ്റ് ആറ്റ്. അവസാനത്തെ നോക്കുക. ആ വ് ആവ്. ആ വു
ആവ്, ആക്സ്, ആക്സ്, അ, ഇ, ഐ, അസ്, അസ്. ഇപ്പം നമ്മൾ വോവൽ എയുടെ കൂടെ ബാക്കി എല്ലാ കോൺസണൻസും വെച്ചിട്ട് എങ്ങനെ പറയാമെന്നുള്ളത് നോക്കി. ചെറിയ കുട്ടികളെ വായിക്കാൻ പഠിപ്പിക്കാനാണെങ്കിൽ നമുക്കിതിൽ ഓരോരോ ഗ്രൂപ്പായിട്ട് ആദ്യം പറഞ്ഞു കൊടുക്കാം. ഓരോന്നും ഓരോ ദിവസമായിട്ട് 5 ഗ്രൂപ്പും 5 ദിവസമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യിക്കാം. പഠിച്ചു തുടങ്ങുന്ന മുതിർന്നവരാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ 2 അക്ഷരങ്ങളെ ഒന്നിച്ച് വെച്ച് വായിക്കാൻ പോവുകയാണ്. അതായത് ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ് 2 അക്ഷരങ്ങളെ. വൊവൽ എയുടെ കൂടെ നമ്മൾ ബാക്കി എല്ലാ കോൺസണൻസും ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ബാക്കിയുള്ള വൊവൽസ് ഒന്നും ഇതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് പറയുന്നില്ല, കോൺസണൻസ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. അതായത് ഇ, ഐ, ഒ, യു ഇതൊന്നും വെച്ചിട്ടില്ല. ബാക്കി എല്ലാ അക്ഷരങ്ങളും വെച്ചിട്ട് നമ്മൾ ചേർത്ത് വായിക്കാൻ പോവുകയാണ്. ഓരോ അക്ഷരത്തിൻ്റെ സൗണ്ടും നമ്മൾ പഠിച്ചെങ്കിലും ഇത് ചേർത്ത് വെച്ച് വായിച്ചെങ്കിലേ നമുക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആബ്, ആക്ക്. വായിക്കുന്ന സമയത്ത് കുറച്ച് വലിച്ചു നീട്ടി തന്നെ വായിക്കുക. ആഡ്, ആഫ്, ആഗ്, ആഹ്, ആജ്, ആക്ക്, ആല്, ആം, ആന്, ആപ്പ്, ആക്വ, ആഴ്, ആസ്, ആറ്റ്, ആവ്, ആവ്, ആക്സ്, ആയ്, ആസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ അക്ഷരത്തിൻ്റെയും സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് അറിയാം. അപ്പോൾ അത് വേറിട്ട് പറയാതെ ഒന്നിച്ച് ചേർത്ത് വെച്ച് വായിക്കുന്ന പോലെ വേണം നമ്മൾ വായിക്കാനായിട്ട്. അതായത് എയുടെ സൗണ്ട് ആ എന്നാണെന്നും സിയുടെ സൗണ്ട് ക എന്നാണെന്നും നമുക്കറിയാം. അപ്പോൾ ആ, ഖ് ഇങ്ങനെ വായിക്കാതെ ഒന്ന് ചേർത്ത് വെച്ച് വായിക്കുന്ന പോലെ ആ, ഖ് ഇങ്ങനെ വായിക്കുക. അപ്പോഴേ നമുക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ വോവൽസിൽ എ മാത്രം ബാക്കി എല്ലാ കോൺസണൻറ്റുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് വായിച്ചത്. അടുത്തതായിട്ട് നമ്മൾ ഇ എടുക്കുകയാണ്. അതായത് നമ്മുടെ വോവൽസിൽ എ, ഇ, ഐ, ഒ, യു. എ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ അതിൽ നിന്ന് ഇ പുറത്തേക്ക് എടുക്കുകയാണ്. എ വെച്ച് ബ്ലെൻഡ് ചെയ്തത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആയിട്ട് വേണം ഇയിലേക്ക് വരാൻ. നേരത്തെ പോലെ തന്നെ നമ്മൾ ഇതിനെയും 5 ഗ്രൂപ്പാക്കി മാറ്റുകയാണ്. ഇയുടെ സൗണ്ട് എങ്ങനെയായിരുന്നു? എ, എ, ബ, എ, ഖ, എ, ഡ, എ, ഫ്. അടുത്ത ഗ്രൂപ്പ് നോക്കാം. എ, ഗ, എ, ഹ, എ, ജ, എ, ഖ. ബാക്കിയുള്ളതും ഇതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. 5 ഗ്രൂപ്പും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്ക് പകരം നമ്മൾ ഇ വെച്ചിട്ട് ബാക്കി എല്ലാ കോൺസണൻസും അതുപോലെ തന്നെ എഴുതുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതും നമുക്ക് കൂട്ടി വായിക്കാം. ഏബ്, ഏക്ക്, ഏഡ്, ഏഫ്, ഏഗ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് വലിച്ചു നീട്ടിയിട്ട് തന്നെ വായിക്കുക. ഇ, ബി രണ്ടിൻ്റെ സൗണ്ട് നമുക്കറിയാം. എ, ബ്, എ, ബ്. ഇങ്ങനെ വായിക്കുന്നതുകൊണ്ട് കാര്യമില്ല, നമ്മളിതിനെ ചേർത്ത് വെച്ച് ഒന്ന് വലിച്ചു നീട്ടി തന്നെ വായിക്കുക. ഏബ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഇതെങ്ങനെയാണ് വായിക്കുന്നത്? ഖ്, ആ, ട്. കാറ്റ്, കാറ്റ് പൂച്ച. അടുത്തത് ബ്, എ, ഡ്, ബെഡ്. ജ്, ആ, ർ, ജാർ. ഹ്, എ, ൻ, ഹെൻ, ഹെൻ കോഴി. ഹ്, ആ, ട്, ഹാറ്റ്, ഹാറ്റ് തൊപ്പി. ഖ്, ആ, ർ, കാർ. സ്, ആ, ഡ്, സാഡ്, സാഡ് ദുഃഖിതനായ അല്ലെങ്കിൽ ദുഃഖകരമായ. ജ്, ആ, ജാം. വ്, എ, ട്, വെറ്റ്, വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ അല്ലെങ്കിൽ നനവുള്ള. ൻ, ആ, പ്, നാപ്പ്, നാപ്പ് എന്ന് പറഞ്ഞാൽ മയക്കം. ആ, ൻ, ട്, ആൻറ്റ്, ആൻറ്റ് ഉറുമ്പ്. ഇതുപോലെ നമുക്ക് വായിച്ചു തുടങ്ങാം. പതുക്കെ പതുക്കെ വലിച്ചു നീട്ടി വായിക്കുന്നത് നമുക്ക് ചുരുക്കി കൊണ്ടുവരാം.
ഇന്നത്തെ വീഡിയോ. പക്ഷെ നമ്മൾ എഴുതാനും വായിക്കാനും പഠിക്കുന്നത് ഇവിടെ കഴിയുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അത് അറിയിക്കുക. കാരണം എത്ര പേർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ആവശ്യമുണ്ടെന്ന് അറിയില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.